ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹം അറിയിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം ഇനി ചിന്തിക്കുന്നത് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൽ 1 വാക്യങ്ങളാണ്. സക്കേവൂസ് യേശു ക്രിസ്തു യെരിക്കോയിലൂടെ കടന്നു പോകുന്നത് കേട്ടപ്പോൾ അവൻ വലിയൊരു സിക്കമോർ മരത്തിന് മുകളിൽ കയറിയത് യേശു അർത്ഥത്തിയപ്പോൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സക്കേവൂസേ, താഴെ ഇറങ്ങി വരിക. എനിക്ക് നിന്റെ വീട്ടിൽ നിന്ന് താമസിക്കേണ്ടിയിരിക്കുന്നു. സക്കേവൂസ് താഴെ ഇറങ്ങി വരികയും ക്രിസ്തുവിനെ സന്തോഷപൂർവ്വം തന്റെ പാദത്തിൽ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ വെളിച്ചത്തെ സ്വീകരിച്ചു, ജീവനെ സ്വീകരിച്ചു, നിത്യരക്ഷയെ സ്വീകരിച്ചു. യേശു ക്രിസ്തു തന്റെ പാദത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവന്റെ കുറ്റങ്ങളും കുറവുകളും അവന് ബോധ്യമായി. അവൻ പശ്ചാത്തപിച്ചു. അവൻ ഏറ്റുപറഞ്ഞു, കർത്താവേ, ഞാൻ എന്തെങ്കിലും ആരുടെയെങ്കിലും വസ്തുവകൾ അന്യായം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വത്ത് മുഴുവൻ വിട്ട് ഞാൻ ദരിദ്രം കൊടുക്കാൻ റെഡിയാണ്. ആരുടെയെങ്കിലും വസ്തുവകൾ ചതിവായി ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വസ്തുക്കൾ വിട്ട് ആ 4 മടങ്ങ് തിരികെ നൽകാൻ ഞാൻ റെഡിയാണ്. ഹല്ലേലൂയ. യേശു നോക്കി പറഞ്ഞു, ഇന്ന് ഈ പകർത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഈ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. നിന്റെ പേരും സ്വർഗ്ഗത്തിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരനെ, ക്രിസ്തു നമ്മളെ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. സക്കേവൂസിനെ പോലെ മരത്തിന് മുകളിലിരിക്കാതെ, അഹങ്കാരമായ മരത്തിന് മുകളിലിരിക്കാതെ താഴേക്ക് ഇറങ്ങി വന്ന് കർത്താവിനെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം. ക്രിസ്തു നമ്മളെ കടന്നുപിടിക്കുകയും ചെയ്യും. ധനവാനും ദൈവരാജ്യത്തെ പ്രവേശിക്കുന്നതിന്റെ സ്പഷ്ടമായ ഒരു വചനമാണിത്. ഹല്ലേലൂയ. യേശു ക്രിസ്തു നമ്മളെ കടന്നു വരുമ്പോൾ, ആ രക്ഷ നമ്മളെ കടന്നു വരുമ്പോൾ മാത്രമേ നമ്മുടെ തെറ്റുകളും കുറവുകളും നമുക്ക് ബോധ്യമാവുകയുള്ളൂ. ക്രിസ്തു നമ്മളെ കടന്നു വരണമെങ്കിൽ അഹങ്കാരം, ഞാനെന്ന ഭാവം, ഇത് മുഴുവൻ നാം നീക്കിക്കളയണം. നീക്കിക്കളയുമ്പോൾ ക്രിസ്തു എന്ന പ്രകാശം, ആ രക്ഷ, നിത്യരക്ഷ നമ്മളെ കടന്നു വരും. നാം സ്വീകരിക്കും, നാം രക്ഷ പ്രാപിക്കുകയും ചെയ്യും. കർത്താവെ, നൽകിയ വചനത്തിനായി സ്തോത്രമപ്പ. സക്കേവൂസിനെ പോലെ കർത്താവെ, ഞങ്ങളുടെ ഹൃദയമാകുന്ന ഭവനങ്ങളിലേക്ക് അവിടുത്തെ സ്വീകരിക്കുവാൻ ഞങ്ങൾ ഹൃദയങ്ങൾ ഒരുക്കണമെങ്കിൽ കർത്താവെ, അവിടുന്ന് കടന്നു വരണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ.